നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായ ശ്രീ അനൂപ് ആൻ്റണിയാണ്. അനൂപ് കഴിഞ്ഞ 10 വർഷമായി BJP ദേശീയ ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് അനൂപിനോട് നമുക്ക് ചോദിക്കാം. അനൂപ് ആൻ്റണിയെ മറുപടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് തിരുവല്ലക്കാരനായ അനൂപ് ഡൽഹിയിലെത്തുന്നത്? എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളും ഭാരതീയ ദർശനങ്ങളും അതിലൊക്കെ ആകർഷണമായിട്ട് വളരെയധികം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു ഇതിൽ വരികയും മന്യ പരമേശ്വരൻജിയുടെ ഒരു വാത്സല്യം അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു സൗഭാഗ്യവാനാണ് ഞാൻ. അങ്ങനെ മാന്യ പരമേശ്വരൻജിയുടെ പി പരമേശ്വരൻജിയുടെ ഒരു വാത്സല്യം ലഭിച്ചത് കാരണവും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഡൽഹിയിൽ വിവേകാനന്ദ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഡൽഹിയിലെത്തിയതാണ്. പിന്നെ എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും JNUവിൻ്റെയും ഒക്കെ ചുമതല ആ സമയത്ത് വിവേകാനന്ദ കേന്ദ്രം പറഞ്ഞതിന് പ്രകാരം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നീട് വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ബാനറിൽ തന്നെ നടക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രം, ഒരു തിങ്ക് ടാങ്ക്, അതിൽ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ശ്രീ അജിത് ദോവാൽജി അതിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ചുമതലയും ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്കും വരികയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഡൽഹിയിലേക്കുള്ള എൻ്റെ പ്രവേശനം. എൻ്റെ പിന്നിൽ എൻ്റെ വലിയ പ്രചോദനം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് മാനനീയനായിട്ടുള്ള പി പരമേശ്വരൻജിയാണ്. അപ്പോൾ വാസ്റ്റായിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് അല്ലേ? മാത്രമല്ല UP ഉൾപ്പെടെ 5ഓളം സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു. 5 അല്ല, അതിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഞാൻ തിരഞ്ഞെടുപ്പുകളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലാണെങ്കിൽ പോലും തെലങ്കാന, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകൾ ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ഇലക്ഷൻ്റെ അനുഭവ സമ്പത്ത് എനിക്ക് പാർട്ടിയുടെ ഇത് കാരണം ലഭിക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി. ആ ഒരു അനുഭവ സമ്പത്താണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഞാൻ കേരളത്തിൽ കുറേ സമയം ആ ഒരു അനുഭവ സമ്പത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഞാൻ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിൽ BJP അടുപ്പിക്കുന്നില്ല. എന്താണ് അനൂപ് ഇപ്പോൾ കഴിഞ്ഞ താങ്കൾ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചു. എന്താണ് കാരണം? അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം BJP ഇപ്പം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അതിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. കാരണം ഇപ്പോൾ ഹരിയാന പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങൾ കേരളത്തെക്കാളും പ്രവർത്തനം വളരെയധികം താഴെത്തട്ടിൽ എത്താതിരുന്ന അല്ലെങ്കിൽ വളരെയധികം വീക്കായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്ന പല സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകളുണ്ട്. കേരളത്തെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് BJPയുടെ നമുക്ക് കാണാൻ സാധിക്കും. ആ BJPയുടെ ഒരു ഗ്രോത്ത് ട്രജക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു താഴെത്തട്ടിൽ നിന്ന് BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ച് ഒരു 15 എന്ന് പറയുന്ന ത്രഷോൾഡ് കടന്ന് ഇപ്പം 16-17 അടുപ്പിച്ച് എത്തി നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഈ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആ ത്രഷോൾഡ് നല്ല രീതിയിൽ വർദ്ധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. BJP ഒരിക്കലും കേരളത്തിൽ താഴോട്ട് പോയിട്ടില്ല. അപ്പം അതൊരു നല്ല ലക്ഷണം തന്നെയാണ് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഴുവൻ ഭൂപടത്തിൽ BJPയുടെ ഒരു അജണ്ടയിൽ നോക്കിയാൽ ഇപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJP വളരെ വലിയൊരു ശക്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5-6 വർഷമായിട്ട് BJP പുതിയ ഇടങ്ങളിലേക്ക് BJPയുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ബംഗാൾ, ഒരു സമയത്ത് ബംഗാളിൽ ഒരു MLA പോലും ഇല്ലായിരുന്ന ബംഗാളിൽ നിന്ന് നമുക്ക് 18 MP ഇപ്പം ത്രിപുര ഒരു സമയത്ത് ഈ ലെഫ്റ്റിന്റെ കോട്ട എന്ന് പറഞ്ഞ ത്രിപുരയിൽ ഇന്ന് BJPക്ക് സർക്കാരുണ്ട്. പല സംസ്ഥാനങ്ങളിൽ, അതായത് നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇന്ന് അലയൻസിൽ നമുക്ക് NDAയുടെ സർക്കാരുകളുണ്ട്. BJPയുടെ ഗ്രോത്ത് ഇനി ഉണ്ടാവാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റും, അതായത് കിഴക്കൻ മേഖലയിലും ദക്ഷിണേന്ത്യയിലുമായിരിക്കും. ആ ദക്ഷിണേന്ത്യയിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സംസ്ഥാനമായിരിക്കും കേരളം. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു
ഹൈദരാബാദിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ, ഒന്നുമില്ലായിരുന്ന ഹൈദരാബാദിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ അധികാരത്തിലെത്തിയില്ലെങ്കിലും മുഖ്യ പ്രതിപക്ഷമായിട്ട് അവിടെ എത്തി. അതായത് കോൺഗ്രസിനെ പോലും വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് പിന്തള്ളിക്കൊണ്ട് അതിനു മുമ്പായിട്ട് ദുബാക്ക എന്ന് പറയുന്ന ബൈ ഇലക്ഷനിൽ വളരെ ഗംഭീരമായിട്ടുള്ള, അതായത് TRSന്റെ കോട്ടയായിട്ടുള്ള ദുബാക്കയിൽ നമ്മൾ ഒരു ഗംഭീരമായ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. 4 MP തെലങ്കാനയിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. കേരളവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരിയധികം സാമ്യതകളുള്ള ഒരു സിമിലാരിറ്റീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ആ തെലങ്കാനയിൽ നമുക്ക് അത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകൾ BJPയുടേതായിരിക്കും, ഒരു സംശയം അല്ല. BJP ഞാൻ അടുപ്പിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ജനങ്ങളല്ല, കേരളത്തിലെ ജനങ്ങളല്ല, പക്ഷേ ഇവിടുത്തെ LDF UDF സംവിധാനങ്ങൾ BJP എവിടെ വളർച്ച പ്രാപിക്കുന്നുവോ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കം ആ ഒത്തുകളി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് BJPയെ സംഘടിതമായി എതിർക്കുന്നു LDFും UDFും. അവിടെ എങ്ങനെ ഇടിച്ചു കയറാൻ ആവും? അതല്ലേ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി? തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ച് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ ചലഞ്ചുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ ഒരു സമയത്ത് ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റ് ഉണ്ടായിരുന്ന കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനെയും JDSനെയും നമുക്ക് ഒരുമിച്ച് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ ഈ അനിൽ നമ്പ്യാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, മുമ്പുണ്ടായിരുന്ന കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും ഈ 2 മുന്നണികൾ തമ്മിലൊരു ഫൈറ്റായിരുന്നു ഒരു മുഖ്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഫൈറ്റിന് പകരം പലയിടങ്ങളിലും, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും BJP വേഴ്സസ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഫൈറ്റിലേക്ക് സാഹചര്യം മാറി. അത് ആദ്യമായിട്ട് മാറിയ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളൊരു BJP ഒരു സഹ്യപർവ്വതത്തോടാണ് ഏറ്റുമുട്ടിയതെങ്കിൽ ഇതൊരു ഹിമാലയ പർവ്വതത്തോടാണ് നമ്മൾ ഈ പ്രാവശ്യം ഏറ്റുമുട്ടിയത്. കാരണം ഈ 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടും മറ്റുള്ള പല ശക്തികളെയും ഒരുമിച്ച് അവരുടെ കൊടുക്കീഴിൽ കൊണ്ടുവന്ന് BJPയെ എതിർക്കണം എന്നുള്ള ഒരു അജണ്ടയോടുകൂടി തന്നെ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയും ആ ഒരു ഇതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള സ്ട്രാറ്റജി BJPക്ക് അറിയാം. അതിനുള്ള അനുഭവ സമ്പത്ത് BJPക്കുണ്ട്. കഴിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഇടതുമുന്നണിയുടെ വിജയമല്ല, മറിച്ച് BJPയുടെ വളർച്ചയാണ്. അല്ല, അത് കാണിക്കുന്നത് തന്നെ BJP ഇവിടെ വലിയൊരു ശക്തിയായി വളരാൻ പോകുന്നു എന്നുള്ളത് CPM അംഗീകരിക്കുന്നുണ്ട്, കോൺഗ്രസും അംഗീകരിക്കുന്നുണ്ട്, ബാക്കി എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ BJPയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും BJP എങ്ങനെ എതിർക്കണം എന്നുള്ളതിന് മാത്രം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആദ്യത്തെ ആലോചന BJP എതിർക്കാനുള്ള സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് BJP കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. കാരണം BJP വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് എന്ന് പറയുന്നത് ഈ 2 മുന്നണികളും ഈ ഒത്തുതീർപ്പിൻ്റെ രാഷ്ട്രീയം നടത്തുമ്പോൾ, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടുകെട്ട് രാഷ്ട്രീയത്തെ പൊളിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇനിയും BJP ഇനിയും വരുന്ന ഇലക്ഷനിൽ. പഴയ BJP അല്ല, ഇത് പുതിയ BJP ആണ്. കാരണം ഒരു 10 വർഷമോ 15 വർഷമോ മുമ്പുള്ള BJP അല്ല ദേശീയ രാഷ്ട്രീയത്തിലും ഇവിടുത്തെ രാഷ്ട്രീയത്തിലും. അതുകൊണ്ട് തന്നെയും പുതിയ അനുഭവ സമ്പത്തുകളും പുതിയ തന്ത്രങ്ങളും പുതിയ രീതിയിലുള്ള രാഷ്ട്രീയവും പഠിച്ച BJP ആണ് ഇപ്പോൾ ഉള്ളത്. ഈ BJPക്ക് ഈ കൂട്ടുകെട്ടിനെ, ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും തകർക്കാനുള്ള തന്ത്രങ്ങൾ BJPയുടെ കയ്യിലുണ്ട്. ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ 2 മുന്നണികളും കരുതുകയാണ് ഈ കൂട്ടുകെട്ട് രാഷ്ട്രീയം നടത്തിക്കൊണ്ട്, ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും കുറേ സീറ്റുകൾ കാരണം BJP കുറേ സീറ്റുകൾ ജയിക്കുമെന്നുള്ളത് ഇൻ്റലിജൻസും പൊതു ചർച്ചകളിലും എല്ലാം വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും അത് എങ്ങനെ BJPയെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളും നീങ്ങുന്നത്. അതിനെ എങ്ങനെ തകർക്കണമെന്നുള്ള അജണ്ട BJP അതിനുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് BJP മുമ്പോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ വോട്ട് ബാങ്കാണ്. BJP എന്ന പാർട്ടിയെക്കുറിച്ചുള്ള ഈ വിഭാഗങ്ങളുടെ ആശങ്ക ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. പല ശ്രമങ്ങളും നടന്നു, പക്ഷെ പൂർണ്ണമായും ഇവരുടെ വിശ്വാസ്യത ആർജിക്കാൻ BJPക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം ശരിയാണ്, ഒരു കാലഘട്ടത്തിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗീയ പാർട്ടിയുടെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ഈ കോൺഗ്രസും ഇടതുപക്ഷവും നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവരെ എല്ലാം ഇവിടുന്ന് പുറത്താക്കും, പള്ളികളെല്ലാം കൂടി പൊളിക്കും എന്ന് പറഞ്ഞൊരു വലിയ രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി. അവിടെ നേതാക്കന്മാർ പോലും ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നരേന്ദ്രമോദി സർക്കാർ 5 വർഷം പൂർത്തിയാക്കി.
ഇപ്പോൾ 7ാമത്തെ വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഈ 7 വർഷത്തിനുള്ളിൽ എനിക്ക് ചോദിക്കാനുള്ള എത്ര പള്ളികളായി കേരളത്തിൽ പൊളിച്ചത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം RSSകാരോ അല്ലെങ്കിൽ BJPയോ? എനിക്ക് ചോദിക്കാനുള്ള, ഈ പൊതുസമൂഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അപ്പോൾ നരേന്ദ്രമോദി ഈ ഒരു ബോധ്യം കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, ഇതിനു മുമ്പ് നടന്ന ചില തെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുന്ന ഒരു കാഴ്ച BJP കണ്ടുകൊണ്ടിരിക്കുകയാണ്, പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും ക്രൈസ്തവ സമൂഹം BJPയോട് കൂടുതൽ അടുക്കും. കാരണം കാലാകാലങ്ങളായിട്ട് അവർ കരുതിയിരുന്ന ഈ 2 മുന്നണികൾ, അതിനകത്ത് കോൺഗ്രസിനോടായിരുന്നു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു അടുപ്പം എന്നാണ് നമ്മളൊക്കെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷേ ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് ക്രൈസ്തവ സമൂഹം വ്യക്തമായിട്ട് മനസ്സിലാക്കി. കോൺഗ്രസിന് ഇന്ന് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കാതെ, വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാതെ വിജയിക്കാൻ, MLA-മാരെ വിജയിപ്പിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്, ഒരു ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അവർക്കിന്ന് നേതൃത്വമില്ല, അവർക്ക് പ്രവർത്തിക്കാൻ ഇന്ന് അണികളില്ല, പ്രവർത്തകരില്ല. എൻ്റെ തിരുവല്ലയിൽ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടതാണ്. പോസ്റ്റർ ഒട്ടിക്കാൻ അവർക്ക് ആളില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വന്ന് പറയുകയാണ് പൈസ തരാൻ വന്ന് ഒട്ടിക്കാൻ പറ്റും എന്നുള്ളത്. ഈ ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിജി, ഇതിനകത്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിജി വളരെയധികം പ്രൊയാക്റ്റീവായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു സഭാതർക്ക വിഷയത്തിൽ അദ്ദേഹം എങ്ങനെ പ്രൊയാക്റ്റീവായിട്ട് ഇടപെട്ടു എന്നുള്ളത്. അല്ല, സഭാതർക്കത്തിൽ അത് താങ്കൾ പരാമർശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. സഭാതർക്കത്തിൽ സംസ്ഥാന സർക്കാർ പക്ഷം പിടിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ഇടപെടുന്നു. PS ശ്രീധരൻപിള്ളയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടിയുണ്ട് അതിൽ. സഭാതർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടതിനെ, അതായത് ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു മൂവ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ആക്ഷേപമുണ്ട്. അല്ല, ഇത് അദ്ദേഹം ഭാരതത്തിന് മുഴുവൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാ ജാതി മത എല്ലാ സമുദായങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ മാത്രം കാരണമെന്ന് പറയുന്നത്, അതിനോട് ഞാൻ എന്താ പറയുന്നത്, അതൊരു ആക്ഷേപം മാത്രമാണ്. അതിനകത്തൊരു ബേസിസ് ഒന്നുമില്ല. അതിനകത്തൊരു പറയുന്ന ഒരു മുട്ടാപ്പോക്ക് കാരണം മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി വളരെ ജെനുവിനായിട്ട്, വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം, അതിനു വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആത്മാർത്ഥമായി ശ്രമിക്കുന്നതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. അതിനകത്ത് ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ളവരുടെ എഫർട്ടുകളുണ്ട് അതിനകത്ത്. പക്ഷേ പ്രധാനമന്ത്രി ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന പ്രൊയാക്റ്റീവ്നെസ്, അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്രയധികം തിരക്കുള്ള പ്രധാനമന്ത്രിക്ക് പലയധികം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും തിടുക്കപ്പെട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തുനിയുന്നത്, അദ്ദേഹത്തിന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടുള്ള താല്പര്യം, പ്രൊയാക്റ്റീവായിട്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തെ കാണുന്നത് കൊണ്ടാണ്. അതിനെ ഇലക്ഷനുമായിട്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ടോ രാഷ്ട്രീയമായിട്ടോ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പ്രധാനമന്ത്രി ഇടപെടുന്നത് കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ഒരു വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ 2 മുന്നണികളും ഈ സഭാതർക്ക വിഷയത്തെ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഈ 2 മുന്നണികളും ചേർന്നാണ്. ഈ 2 മുന്നണികൾ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രശ്നത്തെ ഇത്രയും ഗുരുതരമായി വഷളാക്കിയത് ഈ 2 മുന്നണികളും ചേർന്നുകൊണ്ടാണ്. കാരണം അവർ കാലാകാലങ്ങളായിട്ട് ക്രൈസ്തവരെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ. ഈ 2 മുന്നണികളും ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ സമയത്ത് സ്റ്റാൻഡുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ ചിലപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തിനൊപ്പം പറയും, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഓർഡിനൻസിനെ കുറിച്ച് പറയും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിനെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വ്യക്തമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഈ 2 മുന്നണികളും നടത്തുന്നത്. അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും BJPയോട് എത്രയൊക്കെ പ്രൊപ്പഗണ്ട നടത്താൻ ശ്രമിച്ചാലും ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും BJPയോട് ആ പറയുന്ന രീതിയിലുള്ളൊരു ഇഷ്ടക്കുറവ് ഒരിടത്തുമില്ല. കാരണം ഗോവയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവയിലെ BJP ഭരിക്കുന്നത്, അവിടെ എത്ര MLA-മാർ ക്രൈസ്തവരാണ്, BJPയുടെ MLA-മാർ. അവിടെ ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പം കാലാകാലങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ക്രൈസ്തവ സമൂഹം നോർത്ത് ഈസ്റ്റിൽ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളെല്ലാം BJPക്ക് MLA-മാരുണ്ട്. ഈ സംസ്ഥാനങ്ങളെല്ലാം BJPക്ക് അലയൻസിൽ സർക്കാരുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ക്രൈസ്തവ സമൂഹമുള്ള സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ടാണ് അവിടെ അവർ BJP സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, BJPയെ
അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ BJPയുടെ ഒരു ഭരണം എന്നും ക്രൈസ്തവ സമൂഹത്തിന് ഗുണപ്രദമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. ഒന്ന്. രണ്ട്, BJPയെ കുറിച്ച് ഈ പറയുന്ന പ്രൊപ്പഗണ്ട കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഒരാളെ കുറെ നാളൊക്കെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എല്ലാ കാലവും ഒരാളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ കുറെ നാളൊക്കെ ഈ പ്രൊപ്പഗണ്ടയിൽ ചിലരൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കുറെ കഴിയുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരാറുണ്ട്. കേരളത്തിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതുകൊണ്ട് നല്ല രീതിയിൽ BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുനർവിചിന്തനം ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും, ഒരു വലിയ മാനിഫെസ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായിട്ട് BJP പല സീറ്റുകളും വിജയിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ക്രൈസ്തവ സമൂഹം തന്നെയായിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഓക്കെ. മിക്ക കേന്ദ്ര പദ്ധതികളുടെയും പിതൃത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ്. എന്തിനധികം ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ കൊടുത്താലേ പയറും കടലയും പോലും അടിച്ചു മാറ്റി കിറ്റ് വിതരണം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രധാനമായും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവരെ ബോധ്യപ്പെടുത്തുന്നതിൽ BJPയുടെ സംവിധാനം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയൊരു ഫാക്ടർ, അതായത് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള പിന്നിലുള്ള ഒരു വലിയൊരു ഘടകം നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പം തൊഴിലുറപ്പ് പദ്ധതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരാളുടെ അക്കൗണ്ടിലേക്ക്, പണ്ട് രാജീവ് ഗാന്ധി പറയുമായിരുന്നു ₹1 അവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 15 പൈസ മാത്രമേ അയാളുടെ കയ്യിൽ എത്തുകയുള്ളൂ, സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തുകയുള്ളൂ എന്ന്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ₹6000 അവിടുന്ന് കൊടുക്കുമ്പോൾ നേരിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്ക് ₹6000 എത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്കല്ലേ കേരളത്തിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, നല്ല രീതിയിൽ ബോധ്യമുണ്ട്. പിണറായി സർക്കാർ എല്ലാത്തിൻ്റെയും പ്രതിത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്ക് കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന സംഭവം അറിയാം. ജൽജീവൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. ആ പദ്ധതിയെ പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പേരോ ഫോട്ടോയോ പോലും വെക്കാതെ സ്വന്തം പദ്ധതിയായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്നേരം, നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്, പണ്ടത്തെ പോലെ എല്ലാ രീതിയിലും ജനങ്ങളെ പറ്റിക്കാനാകത്തില്ല, കബളിപ്പിക്കാനാകത്തില്ല. ആ നവമാധ്യമങ്ങളിൽ കൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് പുനർവിചിന്തനം നടത്തിക്കൊണ്ട് ഈ പദ്ധതി കേന്ദ്രത്തിന്റെ ആണെന്ന് പറയേണ്ടി വന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ പോയി. അല്ല, ഗെയിൽ പദ്ധതി എതിർത്തതാണ്, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇപ്പൊ അതിന് മുഴുവൻ ക്രെഡിറ്റ് കൊടുത്തോണ്ടിരിക്കുന്ന പിണറായി വിജയൻ വാഗ്ദാനം നിറവേറ്റി എന്നാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ പല നേതാക്കന്മാരുടെ CPMന്റെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും ചാനൽ വന്നിരുന്ന് പറയുന്നതും കേൾക്കുമ്പോൾ അവർ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് പറയുന്നത് ഗെയിൽ പദ്ധതി, ഇവിടുത്തെ NHAI നടത്തിയ റോഡുകളുടെ പദ്ധതി, കൊച്ചിൻ മെട്രോ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ അവർക്ക് പിണറായി സർക്കാരിന്റെ പദ്ധതികളായിട്ട് എടുത്തു കാണിക്കാൻ ഒരു പദ്ധതിയുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ അവിടെ കോന്നിയിൽ മെഡിക്കൽ കോളേജ് വന്നു. ആ കോന്നിയിലെ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ കിഫ്ബിഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഇവർ പറയുന്നു. കണക്ക് എടുത്ത് പരിശോധിക്കുക, അതിന് എത്ര ശതമാനം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്? നല്ല ശതമാനം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്. പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം BJP നല്ല രീതിയിൽ താഴെത്തട്ടിൽ ജനങ്ങളെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പരിപാടികളും പദ്ധതികളും നടത്തുന്നുണ്ട്. കൂടാതെ നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ വലിയൊരു കാര്യം, ഇതിനകത്ത് ഈ ഇടതുപക്ഷ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, ഇതിനകത്ത് ഒരു വലിയൊരു ചതി കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം കുറെ നാൾ കഴിയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൃഷിഭൂമിയാണെന്ന് പറഞ്ഞ് തട്ടിയെടുക്കും. പിന്നെ നിങ്ങളുടെ വീട് പൊളിച്ച് നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് വളരെയധികം പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഈ പദ്ധതിയിൽ ചേർക്കുന്നതിൽ നിന്ന് CPMന്റെ ആൾക്കാർ തടയാറുണ്ട്. ഇത് അവരോട് കാണിക്കുന്ന ചതിയല്ലേ? അവർക്ക് കിട്ടേണ്ട അവകാശം, അവരുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട ₹6000, നാളെ അത് വർദ്ധിച്ചു നല്ലൊരു തുക അവർക്ക് വീണ്ടും കിട്ടും. ആ ഒരു തുകയിൽ അവർക്ക് കിട്ടാതിരിക്കാൻ കാണിക്കുന്ന വഞ്ചനയല്ലേ CPM സർക്കാർ ചെയ്യുന്നത്? ഇത് BJPയോട് എതിർപ്പാവാം, നരേന്ദ്രമോദിയുടെ എതിർപ്പാവാം, പക്ഷെ ഈ സാധാരണക്കാരെ എന്തിനാണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ തടയാൻ ശ്രമിക്കുന്നത്? ഇതാണ് ഇവിടെ പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP അതേസമയം സാധാരണക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ പദ്ധതികളും, ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പോലെ ഇപ്പോൾ ₹12 ഇൻഷുറൻസ്, അതായത് ഒരാൾക്കൊരു അപകടം പറ്റിയ, നമുക്കറിയാം നാട്ടിൻപുറത്തൊക്കെ ഒരു തെങ്ങിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിച്ചൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കാശുണ്ടാകത്തില്ല സാധാരണക്കാരൻ്റെ കയ്യിൽ. അവന് ₹2,00,000 അവൻ്റെ അക്കൗണ്ടിൽ ഉടനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവന് എന്ത് വലിയ ആശ്വാസമാണ്. ആ പദ്ധതിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് CPMന്റെ എന്ത് മെക്കാനിസമാണ് ഇവിടെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? അവരുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പോലും അവർ ഇതിനുള്ള പരസ്യങ്ങൾ ചെയ്യാറില്ല. സാധാരണക്കാരന് ഗുണമുണ്ടാവണമെന്ന് അവർക്ക് കരുതുകയില്ല. പക്ഷെ BJP താഴെത്തട്ടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തിരുവല്ലയിൽ എല്ലാ ആളുകൾക്കും, അതായത് ആ മണ്ഡലത്തിലെ എല്ലാ ആളുകൾക്കും ഈ
പദ്ധതിയിലേക്ക്, ഈ 2 ലക്ഷം രൂപ പദ്ധതിയിലേക്ക് ചേർക്കാനുള്ള പരിപാടി അവിടെ തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ BJPയുടെ എല്ലാ മണ്ഡലങ്ങളും, എല്ലാ സ്ഥലങ്ങളിലും BJP ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് സാധാരണക്കാരിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുകയാണ്. കാരണം ഈ കേരള സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ ഈ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കില്ല. കാരണം നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത് എല്ലാ പദ്ധതികളുടെയും ക്രെഡിറ്റ് പിണറായി വിജയൻ സർക്കാർ, ഗെയിൽ ഉൾപ്പെടെയുള്ള ഒരു സമയത്ത് എതിർത്തിരുന്ന ഗെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ക്രെഡിറ്റ് ഇപ്പോൾ പിണറായി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കിട്ടണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ സാധാരണക്കാരെ വഞ്ചിക്കുകയാണ് ഈ പിണറായി സർക്കാർ. അത് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ആവില്ല. ഈ പദ്ധതികളുമായിട്ട് താഴെത്തട്ടിലേക്ക് ഇറങ്ങുക തന്നെയാണ് BJP ഈ വരുന്ന കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ യുവജന കമ്മീഷനുണ്ട്, യൂത്ത് വെൽഫെയർ ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ യുവാക്കളുടെ പ്രശ്നങ്ങൾ അതിൻ്റേതായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. തൊഴിലില്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ്. യുവമോർച്ചയ്ക്ക് നല്ലൊരു ദേശീയ നേതൃത്വം ഉണ്ട്. കേരളത്തിലും വളരെ സജീവമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്, ജനകീയ വിഷയങ്ങളിലൊക്കെ. ഇവിടെ ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ യൂത്തിനുള്ള അവരുടെ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിത്വം എല്ലാ സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും യുവജന പ്രസ്ഥാനങ്ങൾ യൂത്തിന് നല്ലൊരു റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ, അതും ഒരു ചാലഞ്ച് തന്നെയല്ലേ? എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും? ഇല്ല, BJP സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്നും യുവത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ യുവമോർച്ചയുടെ ദേശീയ ടീമിൽ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന പ്രമോദ് സാവന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഗോവയിലിരിക്കുന്നത്. കഴിഞ്ഞ യുവമോർച്ച ടീമിൽ ഉണ്ടായിരുന്നതാണ് പ്രമോദ് സാവന്ത്, ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ബിപ്ലവ് ദേവ്, അദ്ദേഹത്തിന് വയസ്സ് 45 താഴെയുള്ളൂ. യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന് വയസ്സ് 45 അടുപ്പിച്ചേ ഉള്ളൂ. ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. എന്നും യുവത്വത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് 29 വയസ്സുള്ള തേജസ്വി സൂര്യയാണ്. എന്നും യുവാക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. ഇവർ ഈ പല തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ തന്നെ മൊത്തം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ BJPയുടെ യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരുടെ ഫോട്ടോ മാത്രമാണ് പോസ്റ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് യൂത്ത്, നല്ല വിദ്യാഭ്യാസമുള്ള, ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് BJP ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തിയത്. അതേസമയം കോൺഗ്രസ് 70ഉം 80ഉം വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർത്തേണ്ട അവസ്ഥയാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ. അതാണ് അവരുടെ ആ പാർട്ടിയുടെ ശാപം. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം എന്നും ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ എൻ്റെ BJPക്ക് ഉണ്ടായ വളർച്ചയിൽ ഏറ്റവും വലിയ ഫാക്ടർ തന്നെ യുവാക്കളെ ഒപ്പം നിർത്താൻ BJPക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ യുവാക്കൾ ഒരു വലിയൊരു ശക്തിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. യുവാക്കളുടെ പ്രശ്നവുമായിട്ട് BJP പൊതുസമൂഹത്തിൽ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം PSCയുടെ വിഷയം, ഈ പിൻവാതിൽ വഴി നിയമനം നടത്തുന്ന PSC, അതായത് സ്വപ്നയെ പോലുള്ളവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി കൊടുക്കുന്ന, അതായത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പോലും പാസ്സാവാത്തവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി കിട്ടുന്ന ജോലികൾ സ്വർണ്ണത്തളിയിൽ വെച്ച് കൊടുക്കുന്ന ഈ സർക്കാർ പാവപ്പെട്ട കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമൊളിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്ന കുട്ടികളോട് PSCയുടെ ചെയർമാൻ പറഞ്ഞതാണ്, ഞാൻ എന്താ ജോലിയിൽ കൊട്ടയിലിട്ട് വെച്ചിരിക്കുകയാണോ എന്ന്. ആ രീതിയിലുള്ള ധാർഷ്ട്യമാണ് ഈ സർക്കാരിനുള്ളത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ, ഈ ഭാരതത്തിലെ അൺഎംപ്ലോയ്മെന്റ് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3ാം സ്ഥാനത്താണ് ഭാരതം. മുഴുവൻ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, അതായത് ലിറ്ററസി ഉള്ള സംസ്ഥാനം, സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്ന കേരളം 3ാം സ്ഥാനത്താണ് അൺഎംപ്ലോയ്മെന്റ് മുഴുവൻ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ അടുത്തുള്ള തമിഴ്നാടും കർണാടകയൊക്കെ നമ്മളെക്കാളൊക്കെ ഒത്തിരി മുമ്പിലാണ് എംപ്ലോയ്മെന്റ് കാര്യത്തിൽ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് കഴിഞ്ഞ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് പലരും മിസ് ചെയ്തു. അതായത് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്, ഇവരെഴുതി കൊടുത്ത പ്രസംഗമാണ്. എന്നിരുന്നാൽ പോലും അവർ സമ്മതിച്ചു കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്നുള്ളത്. കേരളം എന്തുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നില്ല? കേരളത്തിൽ എന്തുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല? കേരളത്തിൽ എന്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി എന്താണ്? ഉദാഹരണത്തിന് കേരളവും കർണാടകയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, കർണാടക സംസ്ഥാനം ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഇന്ന് IT ഹബ്ബാണ്. IT എന്ന് പറയുന്ന ഒരേ സമയത്താണല്ലോ 90-കളിലാണല്ലോ IT എന്ന് പറയുന്ന ഒരു തുടങ്ങിയത്. IT ബൂം ഉണ്ടായ സമയത്ത് കേരളത്തിലും ഒത്തിരി ചെറുപ്പക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു, ഒത്തിരി ചെറുപ്പക്കാർ സോഫ്റ്റ്വെയർ പഠിച്ച് പുറത്തിറങ്ങി. തമിഴ്നാട്ടിലും അതുപോലെ ഒത്തിരി കോളേജ് ഉണ്ടായി, കർണാടകയിലും ഉണ്ടായി. ഇന്ന് IT ഹബ്ബ് എന്ന് പറയാൻ കർണാടകയ്ക്ക് കഴിഞ്ഞ ഒരു 15-20 വർഷം കൊണ്ട് കർണാടക IT ഹബ്ബായി മാറി. എന്തുകൊണ്ട് കേരളത്തിനാകാൻ പാടില്ലായിരുന്നു?
കേരളത്തിലെ ചെറുപ്പക്കാർ സ്മാർട്ട് സിറ്റി ഇപ്പോഴും അതുപോലെ കിടക്കും. അതുപോലെ കിടക്കുകയാണ് കേരളത്തിൽ. ആ കർണാടകയിലെ IT ഹബ്ബുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഇവിടുത്തെ സോഫ്റ്റ്വെയർ. നമ്മുടെ ചെറുപ്പക്കാർ എത്ര മലയാളി കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ഉള്ള IT കമ്പനികളിലെ മലയാളികളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരന് അവനൊരു എഞ്ചിനീയറിംഗ് പഠിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവന് ജോലി വേണമെന്നുണ്ടെങ്കിൽ അവന് തമിഴ്നാട്ടിൽ പോകേണ്ടി വരും, കർണാടകയിൽ പോകേണ്ടി വരും. എന്നിട്ട് നമ്മൾ കളിയാക്കും തമിഴ്നാട്ടുകാരെയും കർണാടകക്കാരെയും. എന്നിട്ട് നമ്മൾ വളരെയധികം എന്താ പറയുക, പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് നമ്മൾ വീമ്പോടുന്ന നമ്മൾ അവരെ കളിയാക്കും. പക്ഷെ നമുക്ക് തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ ഒരു നിസ്സഹായാവസ്ഥ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എത്രയോ യുവാക്കൾക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വരേണ്ടി വന്നു ജോലി പോയിട്ട്. എന്താണ് ഇനി അവരുടെ ഭാവി? അവർക്ക് എങ്ങനെയാണ് അവർ തൊഴിൽ കൊടുക്കാൻ പോകുന്നത്? എവിടെ നിന്നാണ് തൊഴിൽ കൊടുക്കാൻ പോകുന്നത്? കാരണം കേരളത്തിൽ എവിടെയാണ് ഇൻഡസ്ട്രി? കേരളത്തിന് ഇൻഡസ്ട്രി പോളിസി ഉണ്ടോ? ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഉണ്ടോ? അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് എവിടെ നിന്ന് ഇവർ തൊഴിലുണ്ടാക്കി കൊടുക്കാൻ പോകുന്നു? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗവും ഈ പ്രഖ്യാപന പ്രസംഗവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും വീണ്ടും ഇവർ പറയുന്നത് ഞങ്ങൾ തൊഴിലുണ്ടാക്കും. ഇതൊക്കെ ആയിട്ടും തുടർ ഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. അവർ പ്രതീക്ഷിച്ചോട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. അതെല്ലാം ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കോൺഗ്രസിന്റെ പിടിപ്പുകൊണ്ട് മാത്രം ഈ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവർക്ക് നേടാൻ പറ്റിയെന്നുള്ള അത് കോൺഗ്രസിന്റെ പിടിപ്പോട് നിന്നുകൊണ്ട് മാത്രമാണ് CPM-ന് സാധിച്ചത്. അല്ലാതെ CPM-ന്റെ മെച്ചം കൊണ്ടൊന്നുമല്ല. കാരണം എടുത്തു കാണിക്കാൻ CPM-ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുത്തു കാണിക്കാൻ എന്ത് നേട്ടമാണുള്ളത്? ഈ എന്ത് ചർച്ച വന്നാലും അവർക്ക് പറയാനുള്ളത് ഗെയിൽ പൈപ്പ് ലൈനും ഹൈവേയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ കൊച്ചി മെട്രോയുടെ കാര്യങ്ങളും. ഇതൊന്നും ഇവർ കൊണ്ടുവന്നല്ലോ. കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ നടത്തിയ എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു കാരണം. ഇപ്പോൾ ഈ ഭക്ഷ്യക്കിറ്റ് തന്നെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ള കടലയും പരിപ്പൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധാന്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്തിട്ടാണ് കിറ്റ് കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി എന്നാണ് ഇപ്പം കേരളത്തിലെ ജനങ്ങൾ. അവിടെയാണ് ഈ അഴിമതി, സ്വജനപക്ഷപാതം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായിട്ട് പോലും ബന്ധം. ഇതൊക്കെ ഉണ്ടായിട്ടും വോട്ടർമാരതൊക്കെ മറന്നു എന്നല്ലേ കരുതേണ്ടത്? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് കോൺഗ്രസിന്റെ പിടിപ്പുകേട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നൊരു പ്രതിപക്ഷ പാർട്ടിയേ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ആരാണ്, ഫങ്ഷണൽ ഒപ്പോസിഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറയുന്നത് BJP തന്നെയാണ്. BJPക്ക് ഒരു MLA മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ അന്തരീക്ഷത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും BJP മാത്രമാണ്. ഇവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ, സമരങ്ങൾ നടന്നപ്പോൾ സമരം നടത്താൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJPയുടെ അമ്മമാരും BJPയുടെ യുവാക്കളും മാത്രമേ സമരമുഖത്ത് ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ്സുകാരെ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിടിപ്പുകേട് തന്നെയാണ് ഇവർ ഇത്രയും സീറ്റുകൾ നേടാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ട്, ഇവർ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികളെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം പദ്ധതിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇവർക്കൊരു മിടുക്കുണ്ട്. ഞാൻ പറയുന്നു, അതിനെ പൊളിച്ചെഴുതാൻ ഈ ഒരു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് സാധിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ഈ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിലെ വിഷയങ്ങൾ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പലപ്പോഴും വളരെ ലോക്കൽ ലെവലുള്ള വിഷയങ്ങളായിരിക്കും. അതേസമയം നിയമസഭയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് വരുമ്പോഴോ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കുറച്ചുകൂടെ ബ്രോഡർ വിഷയങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിഷയവും ഇവർ കാണിച്ച ലൈഫ് തട്ടിപ്പിൻ്റെ വിഷയവും എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ച ദാരുണമായ സംഭവം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും എണ്ണി കേരളത്തിലെ ജനങ്ങൾ ഈ CPM-ന്റെ മുഖത്ത് നോക്കി ചോദിക്കും. ആ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. എന്തായാലും മാറ്റമുണ്ടാവും. തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും. കാരണം നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ടാക്കി BJP ഒരു വലിയ രാഷ്ട്രീയ ശക്തിയെ വളരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. പലവും എല്ലാവിധ ആശംസകളും തരുന്നു. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തത്. നന്ദി. മറുപടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.